നമസ്കാരം. ശുഭദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്വേത വരാഹകൽപ്പത്തിലെ 7ാമത്തെ ചതുർയുഗമായ വൈവസ്വത മന്വന്തരത്തിലെ 28ാമത്തെ ചതുർയുഗമാണ്. കലിയുഗം തുടങ്ങിയിട്ട് 5126ാമത്തെ വർഷമാണ്. ഇന്ന് കലിദിന സംഖ്യ വരുന്നത് 18,72,505 ദിവസമാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ സ്വർഗാരോഹണം ചെയ്ത ദിനം മുതൽക്കാണ് ഈ കലിദിനം എണ്ണി തുടങ്ങിയിട്ടുള്ളത്. മലയാളത്തിലെ കൊല്ലവർഷ കണക്കനുസരിച്ച് 1201 ആണ്ട് തുലാമാസം 5-ാം തീയതിയാണ്. ശകവർഷം 1947 ആശ്വിന മാസം 30-ാം തീയതിയാണ്. ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് 2025 ഒക്ടോബർ മാസം 22-ാം തീയതിയാണ്. ഇന്ന് തിഥി വരുന്നത് ശുക്ലപക്ഷത്തിലെ പ്രഥമ തിഥിയാണ്. വൈകിട്ട് രാത്രിയിൽ 8:16 വരെ ഉള്ള സമയത്ത് പ്രഥമ തിഥിയാണ്. പിന്നീട് ദ്വിതീയ ആണ്. നക്ഷത്രം വരുന്നത് ചോതി നക്ഷത്രമാണ്. രാത്രി 1:51 വരെ ഉള്ള സമയത്ത് ചോതിയുണ്ട്. അതിനുശേഷം വിശാഖമാണ്. കരണം വരുന്നത് പുഴുക്കരണമാണ്. രാവിലെ 7:04 വരെ മാത്രമാണ് പുഴുക്കരണമുള്ളത്. നിത്യയോഗം വരുന്നത് പ്രീതിനാമ നിത്യയോഗമാണ്. ഉച്ച കഴിഞ്ഞ് 3:15 വരെയുള്ള സമയത്ത് ഈ നിത്യയോഗം വരുന്നുണ്ട്. ഞാറ്റുവേല ചിത്ര ഞാറ്റുവേല തന്നെയാണ്. ഋതു ശരത്ത് ഋതുവാണ്. ദക്ഷിണായന കാലമാണ്. ഇന്ന് ദിവസം ബുധൻ്റെ കാലഹോരയിൽ തുടങ്ങുന്ന ദിവസമാണ്. ഉദയം വരുന്നത് രാവിലെ 6:16 1 ഉദയം സംഭവിക്കുന്നു. വൈകിട്ട് 6:39 അസ്തമയം സംഭവിക്കുന്നു. ദിനമാനം വരുന്നത് 11 മണിക്കൂർ 44 38 ഇതെല്ലാം മധ്യകേരളത്തിലേതാണ്. ഏതാനും സെക്കൻഡുകളുടെ വ്യത്യാസം വടക്കും തെക്കും മാറുന്തോറും ഉണ്ടാകുന്നതാണ്. ദോഷകാലങ്ങളാകുന്ന രാഹുകാലം വരുന്നത് 12:08 തുടങ്ങി 1:36 വരെയുള്ള സമയത്താണ്. ഗുളികകാലം സംഭവിക്കുന്നത് രാവിലെ 10:40 തുടങ്ങി 12:08 വരെയുള്ള സമയത്താണ്. യമകണ്ഠകാലം വരുന്നത് രാവിലെ 7:44 തുടങ്ങി 9:12 വരെയുള്ള സമയത്താണ്. ഈ 3 കാലങ്ങളും ദോഷകാലങ്ങളാകയാൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് ഈ സമയം വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 11:44 മുതൽക്ക് 12:06 വരേക്കും, തുടർന്ന് മധ്യം 4 മിനിറ്റ് വർജിച്ചിട്ട് 12:10 മുതൽക്ക് 12:32 വരെയാണ്. 11:44 മുതൽക്ക് 12:32 വരെയാണ് അഭിജിത്ത് മുഹൂർത്തം. അതിലെ മധ്യത്തിൽ സന്ധി വർജിക്കേണ്ടതാകയാലാണ് ഈ 4 മിനിറ്റ് വർജിച്ചിട്ടുള്ളത്. ഈ അഭിജിത്ത് മുഹൂർത്തം മറ്റ് മുഹൂർത്തങ്ങൾ ഇല്ലാത്ത ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടെങ്കിൽ ആ സമയത്ത് ചെയ്യാം എന്നാണ് ആചാര്യ സമ്മതം. ചന്ദ്രാഷ്ടമം വരുന്നത് മീനക്കൂറുകാർക്കാണ്. പൂരുരുട്ടാതി, കാല്, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രക്കാരാണത്. അവരെ സംബന്ധിച്ചിടത്തോളം 8ാം ഭാവത്തിൽ ചന്ദ്രൻ വരുന്ന ദിവസമാകിയാൽ ഇന്നത്തെ ദിവസം പൊതുവെ ശുഭമായിരിക്കില്ല. അവർ പുതിയ സംരംഭങ്ങൾ തുടങ്ങുക മുതലായിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് വർജിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്ന് നക്ഷത്രം ചോതി നക്ഷത്രമാണ്. ഒരു ശുഭനക്ഷത്രമാണ്. ക്ഷേത്ര നിർമ്മാണം, മംഗളം കർമ്മങ്ങളെല്ലാം തന്നെ, അതുപോലെ ബീജാവാപം, ആഭരണമുണ്ടാക്കുക, നൂതന വസ്ത്രധാരണം, ഇതൊക്കെയും ചോതി നക്ഷത്രത്തിന് അനുകൂലമായിട്ടുള്ള ദിവസമാണ്. എന്നാൽ ഇന്ന് ശുക്ലപക്ഷത്തിലെ പ്രഥമ ദിവസമാണ്. ശുക്ലപ്രഥമ പൊതുവെ എല്ലാ കാര്യങ്ങൾക്കും ശുഭകർമ്മങ്ങൾക്കൊക്കെയും വർജ്യമാണ്. നമസ്കാരം.